നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പം അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും. ഇപ്പം ഈ പത്രോസ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അങ്ങക്ക് എല്ലാം അറിയാമെന്ന് പറയണില്ലേ. അപ്പം ഈ പ്രതിഫലം നൽകുന്നതിൻ്റെ പിന്നിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൈവറ്റ് നോളജ് ഉണ്ട്. നിൻ്റെ അപ്പന് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ സഹപ്രവർത്തകർക്ക് ഇല്ലാത്ത നോളജ്, നിനക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് നോളജ്. എന്താണ്? എൻ്റെ ദൈവത്തിന് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത്. ചില ആൾക്കാർ പറയാലേ, അറിയേണ്ടവൻ അറിയുന്നുണ്ട്, അങ്ങനെ അറിയുന്നില്ലേ. അതായത് ഇപ്പം എന്ത് സംഭവിച്ചാൽ ഞാൻ ഇപ്പം കണക്കെഴുതി വെക്കണം. ചില ആൾക്കാർ പേപ്പറെ കണക്കെഴുതി, ചില കണക്കെഴുതത്തില്ല. കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ സ്വന്തം വൈഫിൻ്റെ കെട്ടുതാലി വരെ വിറ്റ് അനിയത്തിക്ക് പെങ്ങൾക്ക് ശ്രീധനം കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല. അറിയത്തില്ല, അവർക്കറിയാം. പക്ഷേ അവർ അത് പറയണമെങ്കിൽ മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും, ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും. അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും അപ്പന്മാർ തള്ളിക്കളയണത്. എന്നിട്ട് ഇതാണ് അവർ നിൽക്കുന്നത് ഇളയ മകൻ്റെ കൂടെ ആയിരിക്കുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ്. എന്താണ്? അപ്പനും അറിയത്തില്ല, പക്ഷെ അറിയേണ്ടവനൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന്. ശരിയാ. എത്ര പേരുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടവ മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തു ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണ നിർബന്ധമില്ല. നീ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് അമ്മയ്ക്ക് അറിയണ നിർബന്ധമില്ല. കാര്യം എന്താ? അമ്മയെ നോക്കിയാണ് നിൻ്റെ പഠനം നീ കളഞ്ഞത്. മക്കളെല്ലാവരും പോയി പഠിച്ചു, അവരെല്ലാം രക്ഷപ്പെട്ടു. അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പം അമ്മയുടെ ഓഹരി പോലും നിനക്ക് കിട്ടാത്ത കണ്ടീഷനായി. എന്താ കാര്യം? അമ്മയ്ക്കിപ്പം ബോധമില്ല. ആരറിയാനാണ്? ആരും അറിയത്തില്ല. അപ്പോഴാണ് നീ പറയണത് എന്താണ്? അമ്മക്ക് പോലും അറിയാൻ പാടില്ല, പക്ഷെ അറിയേണ്ടവൻ അറിയും, രഹസ്യങ്ങൾ അറിയും. ഇതുപോലെ പക്ഷെ ഇത് ചെയ്യുമ്പോൾ വെക്കണം ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളും ദൈവം തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ്, ഒരു ഡയറി ഉണ്ടാകണം. ഒരു 3 വചനങ്ങൾ ബൈബിളിലുണ്ട് അങ്ങനെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതൊരു കാറ്റഗോറിക്കലായിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ്. നിനക്ക് നിന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. എൻ്റെ ദൈവ പൈതലെ, നീയും ദൈവവും തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ആസ്തിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും. താങ്ക് യു.